തിരുപ്പതിയിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന നായകനായ ദേവയെ കാണിക്കുകയാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ വണ്ടി ഇടിച്ചു പോകുന്നത് ദേവ കണ്ടിട്ട് ആ വണ്ടിയുടെ പിറകെ ഓടുകയാണ്. വണ്ടിയുടെ കളർ ഏതാണെന്നും അത് എങ്ങോട്ടാണ് പോയതെന്നും ഒക്കെ അവൻ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഇതെല്ലാം തന്നെ തന്റെ കൂട്ടുകാരനോട് വന്നവൻ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ആ ഇടികൊണ്ട് വീണ വ്യക്തി മരിച്ചിട്ടുണ്ട്. അതൊരു ഭിക്ഷക്കാരനായതുകൊണ്ട് തന്നെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർ പോലും ആ വ്യക്തിയെ എടുക്കുന്നില്ല. പക്ഷേ ദേവയും തന്റെ കൂട്ടുകാരും ആ മരിച്ച വ്യക്തിയെ എടുത്തുകൊണ്ട് പോയി കുറേ തടിക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ആചാരപ്രകാരം ആ വ്യക്തിയുടെ ശവത്തിന് തീ കൊളുത്തുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ അടുത്ത ജന്മവും ഭിക്ഷക്കാരനായി ജനിക്കുമെന്നായിരുന്നു ദേവയുടെ വിശ്വാസം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീരജിന്റെ ആൾക്കാർ വന്ന് പറയുകയാണ്, ജോലിയും താമസിക്കാൻ സ്ഥലവും ഭക്ഷണവും തരാം, ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ? അത് കേട്ടതും ദേവ പറയുന്നു, തനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ നീരജിന്റെ ആൾക്കാർ പലയിടത്തു നിന്നും 4 ഭിക്ഷക്കാരെ കൊണ്ടുവരുന്നു. നമ്മുടെ ദേവിയും അവന്റെ കൂടെ 3 പേരും. ഇയാളുടെ പേര് കേളു എന്നും ഈ പെൺകുട്ടിയുടെ പേര് ഖുഷ്ബു എന്നും ഈ വ്യക്തിയുടെ പേര് ദിവ്യ എന്നുമാണ്. ഖുഷ്ബു ആകട്ടെ ഗർഭിണിയായിരുന്നു. പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവർക്കത് മനസ്സിലായില്ല. ദേവിയുടെ അമ്മയെ അവന് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ്. ഗർഭിണിയായിരുന്ന ദേവിയുടെ അമ്മ വണ്ടി അപകടത്തിൽ മരിച്ചുപോയതാണ്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ അവൻ അനാഥനായി മാറി. അങ്ങനെ ഇവർ 4 പേരെയും ഒരു റൂമിൽ